ഹലോ നമസ്തേ, എല്ലാവർക്കും സുഖമാണല്ലോ. എനിക്ക് പനിയുടെ ഇതായിരുന്നു, അങ്ങനെ കുറച്ച് സൗണ്ടൊക്കെ അടഞ്ഞിരിപ്പുണ്ട്. മാറിയിട്ടില്ല, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടോ, നമ്മുടെ വീട്ടിലെ പപ്പിക്കുട്ടന്മാരാണ്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല കുറുമ്പന്മാരാണ്. ഏത് നേരം നോക്കിയാലും കടി കടി കടിയാണ്. അവരുടെ പ്രത്യേകത അതാണ്, അവർ കടിച്ചാണ് സ്നേഹം കാണിക്കുന്നത്. ഈ കുഞ്ഞിലെ നല്ല കടിയായിരിക്കും, പക്ഷേ ഇല്ല, വലുതായാലും അവർ നല്ല കടിയായിരിക്കും. നല്ല അഗ്രഷനുള്ള ബ്രീഡാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? വീട്ടിലൊന്ന് കടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കൊണ്ടുപോവാം. അല്ലാതെ പാവമെന്ന് വിചാരിച്ച് ആരും നോക്കണ്ട കേട്ടോ. നല്ലതുപോലെ കടിക്കും. ഇപ്പോൾ ഒരാൾ വന്നാൽ എന്ത് ചെയ്യുമെന്ന് പറയണ്ടല്ലോ. നല്ല അഗ്രഷനും നല്ല ഗാർഡിങ് ഉണ്ട് അവർക്ക്. ഈ കുഞ്ഞിലെ തന്നെ ഗാർഡിങ് തുടങ്ങിയിട്ടുണ്ട്. ഒരു സൗണ്ട് കേട്ടാൽ നല്ലതുപോലെ കുരയ്ക്കും. അപ്പോൾ ഇന്ന് വന്ന് എന്തിനെന്ന് വെച്ചാൽ, അപ്പോൾ മെയ് 11 എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ആ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡെക്കറേഷന് വേണ്ടി കുറച്ച് സാധനങ്ങൾ വെച്ച്, വലിയ ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ബർത്ത്ഡേക്ക് പിന്നെ ആരെയും വിളിച്ചുള്ള ആഘോഷമൊന്നുമല്ല, നമ്മൾ മൂന്നുപേരും കൂടെ ഉള്ള ആഘോഷമാണ്. അപ്പോൾ ബർത്ത്ഡേ ഇതൊക്കെ ഒന്ന് ഹാങ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് നമുക്ക് ആഘോഷിക്കാം. വീഡിയോയും കൂടെ എടുക്കണോണ്ട് ഇതൊക്കെ വാങ്ങിച്ചൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പം ഹാപ്പി സെറ്റായിട്ടുണ്ട്. അത് നമുക്ക് ബർത്ത്ഡേ ഇത് ഒട്ടിക്കാം. അപ്പോൾ അത് ഒട്ടിക്കുമ്പം ശരിയായില്ല, അങ്ങനെ വീണ്ടും തിരിച്ചൊട്ടിക്കേണ്ടി വന്നു. അത് എൻ്റെ നിന്ന് കിട്ടി, അത് കൊള്ളൂല എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും തിരിച്ചിങ്ങനെ ഒട്ടിച്ചു. ഇങ്ങനെ ഒട്ടിച്ചപ്പോൾ കൊള്ളാമല്ലേ, ഇതല്ലേ രസം അതിനേക്കാളും. അങ്ങനെ അതൊക്കെ ഒട്ടിച്ച് സെറ്റായിട്ടുണ്ട്. വേറെ ഡെക്കറേഷനൊന്നും ഒന്നും വാങ്ങിച്ചില്ല. അടുത്ത് വേറെ എന്താ, ബലൂൺ വാങ്ങിച്ചു. ബലൂണില്ലാതെ പിന്നെ ബർത്ത്ഡേ ഇല്ലല്ലോ. അപ്പം കുറച്ച് ലൂസായിട്ടാണ് ബലൂൺ വാങ്ങിച്ചത്. അങ്ങനെ അതിനെ ഒന്ന് ഊതിപ്പെരുക്കി എടുക്കണം. അപ്പം ഊതിപ്പെരുക്കി എടുക്കാൻ എന്നെല്ലാം റെഡിയായി എടുത്തതാണ്, പക്ഷേ പെരുകുന്നില്ല. അതിനുള്ള ശക്തി എനിക്കില്ല ഗൈസ്. അവസാനം ചേട്ടൻ തന്നെയാണ് എല്ലാം പെരുക്കി തന്നത്. അങ്ങനെ എല്ലാം ആയി. അങ്ങനെ പരസ്പരം എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒട്ടിക്കുകയാണ്. അപ്പം ഡെക്കറേഷൻ പരിപാടികൾ ഇതാ കഴിഞ്ഞു. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇത്രയേ ഉള്ളൂ കേട്ടോ. വലിയൊരു ഡെക്കറേഷനും വലിയൊരു ആഘോഷമായിട്ടൊന്നുമല്ല നടത്തുന്നത്. അവനും ഒരു സന്തോഷത്തിന് വേണ്ടി നിൽക്കുന്നു. കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. നാളെ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കണം. ഒരു ചെറിയൊരു കറക്കമാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ മോൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോസാണ്, ജനിച്ചപ്പം തൊട്ടുള്ള ഫോട്ടോസാണ്. എന്തൊക്കെയായാലും നമുക്കത് കാണുമ്പോൾ ഒരു മനസ്സിന് സന്തോഷമാണെന്നറിയാം. ഇപ്പോൾ 80 വയസ്സായി മോന്. അപ്പോൾ അതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. അവൻ ജനിച്ചപ്പം തൊട്ട് എനിക്ക് സന്തോഷമാണ്. ഈ മെയ് 11 എന്ന് പറയുന്ന ദിവസം മാതൃദിനമാണ്. അപ്പം ആ ദിനത്തിൽ തന്നെ ഒരു അമ്മയായ ഞാനാണ്. അതൊരു സന്തോഷമുള്ള ദിവസം തന്നെയാണ്. പിന്നെ മെയ് 11 എന്ന് പറയുമ്പോൾ നേഴ്സസ് ഡേ ആണ്. ഞാനൊരു നേഴ്സാണ്. അപ്പം പിന്നെ ഈ മെയ് 11-നാണ് എൻ്റെ എൻഗേജ്മെൻറ്റും കഴിഞ്ഞത്. അപ്പം എല്ലാം കൊണ്ടും മെയ് 11 എനിക്ക് ഒരു ഭാഗ്യ നമ്പറും ഒരു ഭാഗ്യ ദിവസവും എല്ലാം ആണ്.